സിനിമാ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയി ഫിലിം ചേംബർ. സർക്കാരിന് സമര നോട്ടീസ് ചേംബർ നൽകിയിരുന്നു. ഇത് പരിഗണിച്ച് സർക്കാർ ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് സമരം വേണ്ടെന്ന് വെക്കുന്നത്. ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സിനിമാ സമരവുമായി മുന്നോട്ട് പോകരുതെന്ന് ഫിലിം ചേംബറിനോട് മന്ത്രി സജി ചെറിയാൻ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. സമരം ചെയ്യരുതെന്നും പ്രശ്ന വിഷയങ്ങളിൽ ചർച്ചയാവാമെന്നും മന്ത്രി സംഘടനയെ അറിയിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറെന്നതാണ് ഫിലിം ചേംബറിന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് സമരം വേണ്ടെന്ന് വെക്കുന്നത്. ഇതോടെ മാർച്ച് 27-ന് മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ സിനിമയുടെ റിലീസിനും പ്രശ്നമുണ്ടാകില്ല. ജൂൺ 1 മുതൽ സിനിമാ മേഖല സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം നടത്തുമെന്ന നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തോടെയാണ് സിനിമാ മേഖലയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുകഞ്ഞു തുടങ്ങിയത്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം ഉൾപ്പെടെ നിർമ്മാതാക്കളെ പിന്നോട്ടടിക്കുകയാണെന്നും മലയാള സിനിമയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട 100 കോടി ക്ലബ്ബുകളും മറ്റും വാസ്തവ വിരുദ്ധമാണെന്നും സുരേഷ് കുമാർ ആരോപിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ മലയാള സിനിമകളുടെ വർദ്ധിച്ചു വരുന്ന ബജറ്റ് ഉദാഹരിക്കാനായി എമ്പുരാൻ സിനിമയുടെ ബജറ്റാണ് സുരേഷ് കുമാർ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ താൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് സുരേഷ് കുമാറിന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചുകൊണ്ട് പരസ്യ വിമർശനവുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരുന്നു. ആന്റണിയെ പിന്തുണച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും രംഗത്തെത്തി. രൂക്ഷമാകുന്ന തർക്കം പരിഹരിക്കാൻ ഫിലിം ചേംബറാണ് മുന്നിട്ടിറങ്ങിയത്. പിന്നാലെ സുരേഷ് കുമാറിനെതിരായ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എമ്പുരാൻ തിയേറ്റർ വ്യവസായം കാത്തിരിക്കുന്ന ചിത്രമാണെന്നാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് അറിയിച്ചത്. പോസ്റ്റ് പിൻവലിച്ചതോടെ ആന്റണി പെരുമ്പാവൂരിനെതിരെ നടപടി വേണ്ടെന്ന് ചേംബർ തീരുമാനിക്കുകയും ചെയ്തു. മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി നടൻ ജോയി മാത്യു രംഗത്ത് വന്നിരുന്നു. സിനിമാ സമരം എന്നത് ഉമ്മാക്കിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരത്തോട് സഹകരിക്കേണ്ടെന്നാണ് തീരുമാനം. ഫിലിം ചേംബർ വേണോ എന്ന് സർക്കാർ ആലോചിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സമരത്തോട് സഹകരിക്കേണ്ടെന്നാണ് തീരുമാനം. അപ്പോൾ ഞാൻ സമരത്തോട് ഒപ്പം ഉണ്ടാവില്ലല്ലോ. ഒന്നാമത് സമരമില്ല, അത് വെറുതെ ഉമ്മാക്കി കാണിക്കുന്നതാണ്. സമരമൊന്നും ഉണ്ടാവില്ല. ഞാൻ പ്രതിഫലം കുറയ്ക്കില്ല. താരങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ആളുകളാണ്. ഞാൻ അഭിനേതാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. താരങ്ങൾ വേറെ ഒരു സംഭവമാണ്. താരങ്ങളെ വെച്ച് സിനിമ എടുക്കുന്നവർക്ക് താരങ്ങളെ വേണമെങ്കിൽ താരങ്ങൾ പറയുന്ന പണം കൊടുക്കണ്ടേ? നമ്മളെ വെച്ച് പണം എടുക്കുന്നവരോട് നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യേണ്ടി വരും. ചോദ്യങ്ങൾക്ക് മറുപടിയായി ജോയി മാത്യു പറഞ്ഞിരുന്നു. അതേസമയം സംവിധായകൻ ദീപു കരുണാകരനെതിരെ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയെന്ന് നടി അനശ്വര രാജൻ പരാതി നൽകിയതിന് പിന്നാലെ സംവിധായകന്റെ പ്രസ്താവനയെ തള്ളി മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ പ്രകാശ് ഗോപാലൻ രംഗത്ത് വന്നതും മലയാള സിനിമയിൽ പുതിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ ദീപു കരുണാകരനെ താരസംഘടനയായ അമ്മ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ അസാധാരണമാണ് അമ്മയുടെ ചർച്ച. പല വിഷയങ്ങളിലും ഫിലിം ചേംബറാണ് ഇത്തരം അനുനയ ചർച്ചകൾ നടത്തുക. എന്നാൽ തൊഴിൽ സംഘടനയല്ലാത്ത അമ്മ ഇവിടെ സംവിധായകനെ വിളിച്ചു വരുത്തുന്നു. നിർമ്മാതാവ് കൂടി സംവിധായകനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഇതിനെ സിനിമാ സംഘടനകൾ തൽക്കാലം എതിർക്കില്ല. സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കെ ദീപു കരുണാകരൻ നീരസം അറിയിക്കും. പക്ഷേ ചർച്ചയുമായി സഹകരിക്കാനുള്ള നിർദ്ദേശമാകും സംവിധായകന് സംഘടന നൽകുക എന്നാണ് സൂചന. നിർമ്മാതാവിന്റെ നിലപാടെതിരായതാണ് ഇതിന് കാരണം. കേസ് ഒഴിവാക്കാൻ അതാണ് നല്ലതെന്ന് സംവിധായകന് ഉപദേശം നൽകാനാണ് സാധ്യത. പക്ഷേ ഫിലിം ചേംബറിന്റെ അധികാരങ്ങളിലേക്ക് അമ്മ കൈവെക്കുന്നത് ശരിയല്ലെന്ന വിമർശനവും സജീവമാണ്. നടീനടന്മാർ തമ്മിലെ തർക്കത്തിൽ അമ്മയ്ക്ക് ഇടപെടാം. എന്നാൽ സംവിധായകനും നടിയും തമ്മിലെ തർക്കത്തിൽ അമ്മ നേരിട്ട് ഇടപെടുന്നത് അസാധാരണമാണെന്ന വിലയിരുത്തൽ സജീവമാണ്. അടുത്ത കാലത്ത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ചേംബറുമായി അമ്മ ഉടക്കിയിരുന്നു. എന്നാൽ ചേംബറിന്റെ സമ്മർദ്ദമാണ് ജയിച്ചത്. ഈ സാഹചര്യത്തിൽ നടിയുടെ പരാതിയിലെ അമ്മയുടെ നീക്കത്തെ കൗതുകത്തോടെയാണ് സിനിമാ ലോകം കാണുന്നത്.